ഇപ്പോൾ ഈ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞ കഥ നമുക്ക് പലർക്കും കേട്ടിട്ടുണ്ടാവും. പരശുരാമൻ ശിവൻ്റെ ശിഷ്യനാണ്. പരശുരാമൻ തൻ്റെ ഗുരുവിനെ കാണാൻ കൈലാസത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഭഗവാന് കാവൽ നിൽക്കുന്ന ഗണപതിയാണ്. അപ്പോൾ ഗണപതി പരശുരാമനെ തടഞ്ഞു. ഇപ്പം അച്ഛനെ അമ്മയും കാണാൻ പോകാൻ പറ്റില്ല, അവരൊന്നിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ കയറി ചെല്ലുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകുന്നത് ശരിയല്ല. അപ്പോൾ ഭാഗം പുറത്ത് വരുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഗണപതി തടഞ്ഞു. പരശുരാമൻ പറഞ്ഞത് അല്ല, ശിഷ്യൻ എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ദയവായിട്ട് വഴിമാറണമെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഗണപതി വഴിമാറാൻ തയ്യാറാകാതിരുന്നപ്പം അവസാനം തമ്മിൽ എതിർപ്പായി, യുദ്ധമായി. അവസാനം പരശുരാമൻ പരശു കൊണ്ട് ഗണപതിയുടെ ഒരു കൊമ്പൊടിച്ചു എന്നാണ് കഥ. പരശു എറിഞ്ഞു, ഗണപതി കൊമ്പ് കൊണ്ട് തടുത്തു, കൊമ്പൊടിഞ്ഞു പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേവിയുടെ ആദ്യത്തെ പുത്രനാണ് ഗണപതി. അപ്പോൾ ആ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞെന്ന് പറയുമ്പോൾ ദേവിക്ക് വലിയ ദുഃഖം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവിടെ പരശുരാമനെ ദേവി സ്വന്തം പുത്രനായിട്ട് അവിടെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ശിഷ്യനും മകനും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പുത്രനാണ് ഗണപതി. ആ ഗണപതി എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്യുന്ന ആളാണ്. ആ വിഘ്നങ്ങളെല്ലാം തരണം ചെയ്യുന്ന ഗണപതി, ആദിപൂജിതനായ ഗണപതി. ആ ഗണപതിയുടെ ഒരു പരശുരാമൻ, ഒരു മനുഷ്യൻ, ഒരു ശിഷ്യൻ ഗണപതിയെ അംഗവിഹീനനാക്കി തീർക്കുകയാണ് യുദ്ധത്തിൽ. ഗണപതിയുടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്.